ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ തുറക്കുന്നു. അതും നമ്മുടെ സ്വന്തം ലുലു മാൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ലുലു മാൾ ആണ്. ഇനി ദേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ എന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ലുലു മാൾ തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലല്ല, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ആയിട്ടുള്ള ലുലു മാൾ വരാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരു പക്ഷേ ഈ ഒരു പ്രൊജക്ട് വരുന്നത് നമ്മുടെ കേരളത്തിലായിരുന്നു എങ്കിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്നത് 4000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ നേരിട്ട് 7500 പേർക്ക് ജോലിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗ്യമൊക്കെ കിട്ടിയിരിക്കുന്നത് അഹമ്മദാബാദിനാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ അഹമ്മദാബാദിൽ തുറക്കും. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരനായ മിസ്റ്റർ MA യൂസഫ് അലി, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. Historical visit of His Highness Sheikh Khalid bin Mohammed bin Zayed Al Nahyan, Crown Prince of Abu Dhabi, is a great opportunity for India and UAE business people, Indian business people and UAE business people to improve. We will open India's biggest, start construction India's biggest shopping mall in Ahmedabad, and also we are trying. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് നമ്മുടെ UAE പ്രസിഡന്റിന്റെ ഇന്ത്യൻ വിസിറ്റിന് ശേഷം ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് തുറന്നിരിക്കുന്നത്. ഇപ്പോൾ UAE ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും പരസ്പരം കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ക്ലൈമറ്റ് ആണ് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹവും UAE പ്രസിഡന്റുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയൊക്കെ അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. His Highness the President of UAE, Sheikh Mohammed bin Zayed Al Nahyan, visited a lot of times to India, and our Honorable Prime Minister visited a lot of times to UAE, and they have got brotherly relationship. Prime Minister of India, Narendra Modi ji, and His Highness Sheikh Mohammed bin Zayed Al Nahyan has got brotherly relation, because His Highness always mention my brother Narendra Modi, and Narendra Modi ji always mention my brother His Highness Sheikh Mohammed bin Zayed. So that is the type of relation. അപ്പോൾ അറിയാലോ, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് മാൾ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തുമാത്രം ലാൻഡ് അക്വയർ ചെയ്തിട്ടാണ് ലുലു ഗ്രൂപ്പ് ഈ ഒരു മാള് പണിയാൻ പോകുന്നത് എന്നും നമുക്ക് അറിയണ്ടേ. ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ലുലു ഗ്രൂപ്പ് ഈ ഒരു ലാൻഡ് വാങ്ങാനായിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് 519 കോടി രൂപ മുടക്കിയാണ് ലുലു ഗ്രൂപ്പ് അഹമ്മദാബാദിലെ ചങ്കേത എന്ന് പറഞ്ഞ ഈ ഒരു ലാൻഡ് നമ്മുടെ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയിട്ട് കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ ഒരു വലിയ നിയമ പോരാട്ടം തന്നെയായിരുന്നു. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ലുലു ഗ്രൂപ്പിന് സ്വന്തമാണ് ഈ ഒരു ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സ്ക്വയർ മീറ്ററിന് 78,500 രൂപ മുടക്കി 66,168 സ്ക്വയർ മീറ്റർ പ്ലോട്ടാണ് നമ്മുടെ ലുലു ഗ്രൂപ്പ് 519 കോടി രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ ഒരു ലാൻഡിലാണ് നമ്മൾ ഇപ്പോൾ ഇനി ഭാവിയിൽ കാണാനായിട്ട് പോകുന്ന അഹമ്മദാബാദിലെ ആ ഒരു വലിയ ലുലു മാൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിനെ വെച്ച് ചെറുതായിട്ടൊന്ന് ഈ ഒരു വലിയ ഷോപ്പിംഗ് മാളിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വലിപ്പം എന്തുമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിന്റെ സൈസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഏതാണ്ട് 20 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് അതിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഒരു വലിയ ഷോപ്പിംഗ് മാൾ തന്നെയാണ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും വലിയ ലുലു മാൾ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി പുതുതായിട്ട് വരാൻ പോകുന്ന ഈ ഒരു ലുലു മാളിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 20 ലക്ഷം ആണെങ്കിൽ ഇവിടെ 30 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഷോപ്പിംഗ് മാൾ പണിയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിന് മുടക്കിയ തുക എന്ന് പറയുന്നത് 2000 കോടി രൂപയാണ്. ഇനി അഹമ്മദാബാദ് ലുലു മാളിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അതിന്റെ ഇരട്ടി 4000 കോടി രൂപയാണ് ഈ ഒരു ഷോപ്പിംഗ് മാളിന്റെ മുതൽ മുടക്ക്. ഈ ഒരു ഷോപ്പിംഗ് മാൾ വരുന്നതോട് കൂടിയിട്ട് നേരിട്ട് 7500 ആളുകൾക്കാണ് ജോലി ലഭിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയാ, ഒരു അഹമ്മദാബാദിനെ സംബന്ധിച്ച് ഒരു വലിയ സിറ്റി തന്നെയാണ്, ഗുജറാത്തിലെ ഏറ്റവും വലിയ സിറ്റി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ലുലു ഗ്രൂപ്പിന് അവിടെയും സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലുലു ഗ്രൂപ്പിന്റെ ഒരു ബിസിനസ് എക്സ്പാൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ വലിയൊരു ലെവലിലേക്കാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു വർഷം തന്നെ 1-2 മാളുകളൊക്കെ തുറക്കുന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ ലുലു ഗ്രൂപ്പ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പല ജില്ലകളിലായിട്ട് പുതിയ ലുലു മാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ലുലു ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നാണ് ഈ ഒരു മാൾ തുറക്കുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ ഈ വർഷം അവസാനത്തോടു കൂടി തുറക്കുമല്ല, ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് പണി ആരംഭിക്കും. അപ്പോൾ എന്തായാലും ഒരു 3-4 വർഷം എന്തായാലും എടുക്കും. അപ്പോൾ ഒരു 2028-29 കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് ഈ ഒരു മാളിന്റെ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ഇത്രയും വലിയൊരു ഷോപ്പിംഗ് മാൾ ആകുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ലുലുവിന്റെ ലുലു ഹൈപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ ലുലു കണക്ട്, ലുലു ഫാഷൻ, ലുലു ഫണ്ടൂറ ഒക്കെ ഉണ്ടായിരിക്കും. അത് അവരുടെ ഒരു
ഒരു മിനിമം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ മൾട്ടിപ്ലക്സ് ഉണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമല്ല. കാര്യം എന്തായാലും നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഒരു ഗംഭീര മൾട്ടിപ്ലക്സ് തിയേറ്റർ തന്നെ ആയിരിക്കും ഈ ഒരു ലുലു മാളിൽ വരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു മലയാളിയാണ് MA യൂസഫ് അലി. അദ്ദേഹമാണ് ഇപ്പോൾ ഈ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു UAE ബന്ധം എന്തുമാത്രം ശക്തമാണെന്നുള്ള കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UAEയിൽ നിന്നും ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ ഗുജറാത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. MA യൂസഫ് അലി അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ UAE പ്രസിഡന്റ് വിസിറ്റിന് ശേഷം ഒരു വലിയ ബിസിനസ് എക്സ്പാൻഷനും അതുപോലെ തന്നെ ബിസിനസ് കൊളാബറേഷനും ഒക്കെ UAEയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്തായാലും പൊളിയും.